എങ്ങനെയെങ്കിലും ഉള്ള വഴിയാണോ? അത് ട്രക്കിങ്ങിന് മാത്രമുള്ള എന്തിന്റെ ചേട്ടാ? റബ്ബറാണോ? ഞാൻ നിർത്താം. നിനക്ക് പിടിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ കൈ എപ്പോഴാണല്ലോ നീ നോക്കി നീ കുറച്ചേരം നീ പിടിച്ചു എന്റെ കൈ അഴിച്ചു ഇറങ്ങി കിടന്നാലോ കണ്ണ ഞാൻ കണ്ണ ഇവിടെ പൊട്ടിയിരിക്കല്ലോ കൈ ഇതില്ലേ അമ്മ മൊത്തം മാറ്റാനായിട്ട് ഫോർച്യൂണറൊക്കെ നമ്മുടെ ഹൈവേക്ക് ഈ അവസ്ഥയുടെ അധികാരം വേണ്ട. കണ്ണ നീ ഇത് പിടിച്ചോ നല്ല സുഖമുണ്ടല്ലേ നീ ആ ജീപ്പ് മുഖം കൈ വെച്ചാൽ നാണിപ്പിച്ചാൽ മതി ടയർമേ വീഡിയോ പിടിക്കാനാണ് ഞാനിവിടെ ഉണ്ട്. ഇതിന് വള്ളിയും കൂടി ചേട്ടനൊന്ന് ഇടാമായി. വള്ളി ഇതും ഇടാൻ പറ്റില്ല അല്ലേ? ഐഫോണാണ് അത്ര. ഐഫോൺ വള്ളി പോലും ഇടാൻ പറ്റാണ്ട്. പുള്ളിയില്ലേ നമ്മള് പുള്ളിനെ കൊണ്ട് പുള്ളിയുടെ വണ്ടി കൊണ്ട് വണ്ടി പ്രശ്ന ഇതൊക്കെ എന്ത് മരം. ഒന്നാം സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ റൈറ്റിലേക്ക് പോയിട്ട് ഇങ്ങനെ പറഞ്ഞൊരു വഴിയുണ്ട്. തട്ടിക്കൂടെ പോയിട്ട് നമ്മൾ നടന്നു ഒരു പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട്. ഒന്നാം സ്ഥലത്തിന്റെ അവിടെ വലിയ പറയണല്ലോ. ആ സ്ഥലങ്ങൾക്ക് മുമ്പ് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. തട്ടിക്കൂടെ പോയിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പോയി. അതെ എത്ര നേരമായി നമ്മൾ പിടിക്കാൻ തുടങ്ങിയറിയോ? എത്ര ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തുടങ്ങിയല്ലോ. 4 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മൾ പക്ഷെ ഒരുപാട് നേരം ഇരുന്ന കാര്യമായിരുന്നു. നേരത്തെ പിടിച്ചൊരു 15, 6, 10 മിനിറ്റ്.
ഏ പാറയ്ക്ക് ഏലത്തിന് അധികം ഒന്നും വേണ്ടല്ലോ. ഏലത്തിന് ഇപ്പൊ എത്ര ഉണ്ട്? 1000. ബാഗാണ് കവർ ചെയ്യും. കഴിച്ച ഫുഡൊക്കെ ഇപ്പൊ സെറ്റിലായിരുന്നു. ഇതിനും ഫ്ലൈറ്റും പിടിച്ചു എല്ലാവർക്കും ഒരു കൊല്ലണ്ടെങ്കിലേ ഞാനീ കുറച്ച് നേരം ഹൈവേ കൂടെ കൊണ്ടുപോയിട്ട് കയറ്റാൻ പറഞ്ഞു മതി. പണ്ട് സ്വിഫ്റ്റ് വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ അവിടുത്തെ കോളേജ് താമസിക്കുമ്പോ ഞാൻ പെണ്ണിന്റെ അതല്ല ഞാൻ വർക്ക് ചെയ്തില്ല. അവന്റെ പോസ്റ്റിന്റെ അവർക്ക് 3-4 വണ്ടി ആ പുള്ളി ഇവിടെ ഉണ്ടാക്കിയ വേറെ 2 വണ്ടിയുണ്ട്. ഇത് വെറുതെ കറക്കായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇടയ്ക്ക് ആവശ്യം എന്റെ ഇത് പുറകിലെ കാര്യം ആശാനേ അത് നല്ല പരിപാടിയാണ്. അങ്ങനെ ഇരുന്ന് സെറ്റപ്പ് ആയിട്ട് കാണാല്ലേ. അത് നല്ല ഐഡിയ ആണല്ലോ. ഞാൻ അങ്ങനെ ഇരിക്കുന്ന വേറെ ആരും പോയാലും കുഴപ്പമില്ല. എന്തെങ്കിലും പിടിച്ചേക്കാം. പൊട്ടിക്ക് സാധനമൊക്കെ പുറത്തു ആ മഴ കൊടുത്തിട്ടില്ല. അതോഗതി കൈ തലയും പുറത്തൊക്കെ ഇവരല്ലേ നടന്നു. ആക്ച്വലി
കുതിരപ്പുറത്ത് തന്നെ ടക്ക 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 ടക്ക. ഇവിടെ കുതിരയുടെ കുതിരപ്പുറത്ത് സവാരി ഞാൻ സുഖമായിട്ട് പിന്നെ അത് പ്ലെയിൻ ഇവിടെ പോയാൽ തന്നെ വെച്ചു കുതിരയുടെ ഒരു ടെക്നിക്കൽ ടെസ്റ്റ് അല്ലേ അതായത് കാണിക്കും. കുതിര നിർത്തി ഓടിക്കും 60 കിലോമീറ്ററിൽ വരെ സാധനം പോകും 10 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് 10 മിനിറ്റ് 60 കിലോമീറ്റർ വീട്ടിൽ ബുക്ക് ചെയ്തു ഏതോ വാർമുകിലെ കിനാവിലെ ചേഞ്ചിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ അതിന് പിടിക്കാം. എന്താ ഉള്ളിൽ കാണണ്ട. കുഴപ്പമില്ല താഴത്തേക്ക് പറഞ്ഞ് പറയുന്നതായിരിക്കാണ് വീട്ടിൽ നിന്ന് വിളിക്കും അത് പിന്നെ പറഞ്ഞത് ഇത് ഷിന്നോസേട്ടൊക്കെ ഞാൻ ചേട്ടാ ആ മതി അതെ. പിന്നെ ഞാനും പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ബോറടി വരുന്നത്. സമയമുണ്ട് നമ്മൾ അടുത്ത ക്ഷമിത് കഴിയും പിന്നെ ആദ്യം ക്യാമറക്ക് ശരിക്കും മുകളിൽ കെട്ടി വെച്ചിട്ട് വേണം പോകാൻ. നല്ല ഹാപ്പിയാണ് പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ രണ്ടാമത്തെ വീഡിയോ കാണുമ്പോഴേ നമ്മൾ എന്തും പറഞ്ഞതിലേക്ക് നോക്കിയിരിക്കും. മനസ്സിലായ ആ ഇത് ഈ റോഡ് ഇത് മാത്രമേ പെട്ടിട്ടുള്ളൂ. കാണിച്ചു ഇവിടെ വലിയ ജീവികളൊന്നും ഇല്ല വലിയ ജീവികളൊന്നും ഇവിടെ ഒരു മൃഗങ്ങളുണ്ടായിട്ടോ ആന എന്തെങ്കിലും വേറെ ഒന്നും പറഞ്ഞല്ല എന്തിനാ ഇതൊക്കെ പറഞ്ഞു? സാധനമൊന്നുമില്ല. നമുക്ക് വീഡിയോന്റെ നിർത്താം. വേറെ ഒന്നും ഇത് തന്നെ ഇങ്ങനെ തന്നെ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന നിർത്തിക്കോടാ ഇവരൊക്കെ പ്രമോഷൻ ഷൂട്ട് അവിടെ ഓർമ്മയില്ല. ഇറങ്ങാൻ പറ്റുമോ? എന്റെ വണ്ടി ബ്രേക്ക് ഇറങ്ങാൻ പറ്റുമോ? ആശാ